വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇന്നിവിടെ മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ സമിതിയും ഗ്രീൻ മിഷൻ കേരളയും ചേർന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. വർഷങ്ങളായി ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, കേരളം ഇന്ന് ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുന്നു, കോതമംഗലം ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നല്ല. പക്ഷേ എത്രമാത്രം അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നു, അധികാരികൾ ഉൾക്കൊള്ളുന്നു, ജനപ്രതിനിധി ഉൾക്കൊള്ളുന്നു എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവിടെ വിൻസെന്റ് സാർ സൂചിപ്പിച്ചതുപോലെ അനുനിമിഷം ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അത് നമ്മുടെ കൺമുമ്പിൽ കയ്യെത്തും ദൂരത്ത് ലഭ്യമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ അത് വാങ്ങി ഉപയോഗിക്കുവാൻ, അതിന്റെ ലഹരി നുണയുവാൻ, അതിന്റെ ആസ്വാദ്യത അനുഭവിക്കുവാനൊക്കെ വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെയാണ് ഇന്ന് കുട്ടികളുടെ ജീവിതം, തലമുറകളുടെ ജീവിതമൊക്കെ നശിച്ചു പോവുക. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം, ലഹരിയെക്കുറിച്ച് എത്രമാത്രം വാതോരാതെ പ്രസംഗിച്ചാലും, എത്രമാത്രം ലഹരി ഇവിടെ നിരോധിച്ചാലും മനുഷ്യ മനസ്സുകളിൽ അത് മാറ്റം വരുത്തണമെന്ന തീരുമാനമില്ല എങ്കിൽ അത് നിരോധിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അത് ഉന്മൂലനം ചെയ്യപ്പെടുകയില്ല. മനുഷ്യന് ഇതിനെ മനസ്സുകൊണ്ട് വർദ്ധിക്കണം. അങ്ങനെ ഒരു തീരുമാനം വ്യക്തികൾ എടുക്കുമ്പോൾ മാത്രമാണ് അവിടെ ലഹരി വർജനം, മദ്യനിരോധനമൊക്കെ നടപ്പാവുകയുള്ളൂ. നമ്മളൊക്കെ കാണാറുണ്ട്, ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുവാൻ തീരുമാനമെടുത്തുകൊണ്ട് കൊടിയ മദ്യപാനികൾ തിരിച്ചു വരുന്നത് കാണാം. അതിന്റെ പ്രധാനമായ കാരണം അവർക്ക് വെളിപാടുണ്ടായി, ബോധോദയമുണ്ടായി, അവർക്ക് തീരുമാനമുണ്ടായി, അടിയുറച്ച തീരുമാനമെടുത്തുകൊണ്ട്, മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ഇനിമേൽ മദ്യമോ ലഹരിയോ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ പുറത്തേക്ക് വരിക. അവർ പിന്നീട് ലഹരി ഉപയോഗിക്കാതെ സമൂഹത്തിന് മാതൃകയായി മാറിയ ഒട്ടനവധി മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കുക, മദ്യവും ലഹരിയും അനേകം കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, അനേകം ജീവിതങ്ങളെ ഇല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. ഒട്ടനവധി അച്ഛന്മാരെ ജയിലിലാക്കി, പുരുഷന്മാരെ ജയിലിലാക്കി, ഒട്ടനവധി സ്ത്രീകളെ വിധവകളാക്കി മാറ്റി, ഒട്ടനവധി കുട്ടികൾക്ക് അച്ഛനില്ലാതായി മാറി, ഒട്ടനവധി സ്ത്രീകളുടെ കണ്ണുനീർ വീണ് ഈ കേരള മണ്ണ് കുതിർന്നു. ഒരു ഗ്രാമിന് 10,000 രൂപ വിലയുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അതാണ് ഇവിടെ സാർ സൂചിപ്പിച്ചത്. 100 രൂപ ഉൽപാദന ചെലവുള്ള മദ്യം 700-800 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അവൻ അന്തസ്സുള്ളവരായി മാറുകയാണ്. അവൻ വിലയുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയുക. ഗവൺമെന്റിന് തയ്യാറുണ്ടോ 100 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം 100 രൂപയ്ക്കോ അതിൽ താഴെ കൊടുക്കുവാൻ ഗവൺമെന്റിന് ആർജവമുണ്ടോ? അല്ലെങ്കിൽ സൗജന്യമായി കൊടുക്കുവാൻ ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ അത്രയും വിൽപ്പന ഇവിടെ നടക്കില്ലെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സൗജന്യമായി കൊടുക്കുന്ന ഒരു വസ്തുവിനും വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് എത്രമാത്രം വില കൂട്ടിക്കൊടുക്കുമോ അത്രത്തോളം ഉപയോഗം കൂടും. അതുകൊണ്ടല്ലേ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും സിഗരറ്റിനും മദ്യത്തിനും ലഹരിക്കുമൊക്കെ വില വർദ്ധിക്കുക. അത് എത്രമാത്രം വില കൂട്ടിയാലും വാങ്ങിക്കാൻ ആളുണ്ട് എന്ന് തിരിച്ചറിവാണ് ഇത്തരം ഗതികേടിലേക്ക് നമ്മെ എത്തിക്കുക. അതുകൊണ്ട് എന്റെ സ്വരം ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, വില നോക്കി നിങ്ങൾ വാങ്ങിക്കാതെ, ഈ സാധനമൊക്കെ നമ്മുടെ നാശത്തിനാണ്, നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതാണ്, നമ്മുടെ അച്ഛനെയും അമ്മയെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ മക്കളെ ഇല്ലാതാക്കുന്നതാണ്, നമ്മുടെ ഭാര്യയെ കുടുംബത്തെ ഇല്ലാതാക്കുന്നതാണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ലഹരി വസ്തുക്കൾ ഉണ്ടാവുകയില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബാംഗ്ലൂരിൽ നിന്നും ഉണ്ടാകുന്ന രാസലഹരി വസ്തുക്കളുടെ ആ ഒഴുക്ക് കേരളത്തിലേക്ക് എത്രമാത്രമാണ് എന്ന് ഈ കടന്നു വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ വരിക. ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് ബാംഗ്ലൂരിൽ ഉത്പാദിപ്പിച്ച് കേരളത്തിലേക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കാരിയറാക്കി മാറ്റി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുക്കാൻ പോകുന്നത്. നല്ല പണം കിട്ടും, ഏജൻസി കമ്മീഷൻ കിട്ടും. അതിന്റെ പേരിൽ അവർ ബാംഗ്ലൂരിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ അയൽക്കാരാ, നമ്മുടെ സുഹൃത്തുക്കളാ, നമ്മുടെ ബന്ധുക്കളാ, നമ്മുടെ മക്കളാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ലഹരി വസ്തു ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കുവാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാകണം. പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല.
വാർത്തകൾ വായിച്ചതുകൊണ്ട് കാര്യമില്ല. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് സംഭവിക്കുമ്പോൾ അത് നോക്കി പരിഹസിക്കല്ലാതെ തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് ഇന്ന് അയൽവക്കത്തോ മറ്റു നാട്ടിലോ സംഭവിക്കുന്ന ലഹരിയുടെ അടിമത്തം, അവിടുത്തെ കലാപങ്ങൾ, അവിടുത്തെ കൊലപാതകങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുവാൻ അധികം സമയം വേണ്ട എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ലഹരിയിൽ നിന്നും ഓടിയാകലുക. അതൊരു വിഷപ്പാമ്പാണ്. അതിനടുത്തേക്ക് ചെന്നാൽ അത് വിഷം ചീറ്റും, അത് വിഷം കൊത്തും നമ്മെ. ആ കൊത്തിയാൽ മരണം ഉറപ്പാണെന്ന കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രമുഖരായ ജനസമൂഹമേ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകട്ടെ ലഹരി എന്ന് പറയുന്ന വസ്തുവിൽ നിന്നും ഓടിയകലുവാനുള്ള പ്രേരണ നിങ്ങൾക്കുണ്ടാകട്ടെ. ലഹരി വരുത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്നായി പോരാടാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമുക്ക് തുടരാം. അത്തരത്തിലെങ്കിലും ലഹരിയുടെ അളവ് കുറച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇവിടെ മദ്യലഹരി വിരുദ്ധ സമിതിയും ഗ്രീൻ മിഷൻ കേരളയും നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ പ്രതിഷേധത്തിന്, ഈ പോരാട്ടത്തിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.